ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക കുക്കിംഗ്, നൂഡിൽസ് വിത്ത് വെജിറ്റബിൾസ്, കളർഫുൾ വെജിറ്റബിൾസ്. ഇതിന് വേണ്ടത് 4 പാക്കറ്റ് നൂഡിൽസ് വേവിച്ചത്, ക്യാപ്സിക്കം ഒരു പകുതി കഷ്ണം അരിഞ്ഞത്, ഒരു ക്യാരറ്റ് മീഡിയം സൈസ് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 5-6 ബീൻസ് അരിഞ്ഞത്, ഒരു സവോള അരിഞ്ഞത്, 4 എണ്ണം വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കഷ്ട് ചില്ലി, ഞാൻ ഉണക്കമുളക് ഇത് പൊളിച്ചത് 1 ടീസ്പൂണ്, ഒർഗാനോ പൗഡർ 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണ്, സോയ് സോസ് 2 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാബേജ് 2 ഇതള അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ 2 എണ്ണം, അത് അവസാനം അരിയാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു തവയിലേക്ക് എണ്ണയിട്ട് ചൂടാക്കി അതിലേക്ക് ജീരകമാണ്, ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇടാൻ തരണം. നമ്മൾ സാധാരണ കടുക് ഇടുന്നത്, കടുകിന് പകരം ജീരകം പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആദ്യം സവോള ഇട്ട് ഇളക്കിയെടുക്കാം. സവോളയും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്താൽ കുറച്ചുപ്പ്, അത് നമ്മൾ സവോള അല്ല പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് സ്വല്പം കഷ്ട് ചില്ലി, നമ്മുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ഇടാം. നമുക്ക് അതുകൂടി ഇട്ട് ഇളക്കുക. അതിന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മൾ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൊണ്ട് നല്ല പഴുന്നു വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായി. ഈ സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും കൊടുക്കണം. നല്ലപോലെ വഴുന്ന് കഴിയുമ്പം കുറച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് കൂടുതൽ വഴണ്ട ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേകുവാൻ വേണ്ടി അല്പസമയം ഇടുന്നു. ഇച്ചിരി കട്ടിയുള്ള വെജിറ്റബിളാണ്. വെജിറ്റബിൾ പറയാൻ പറ്റില്ല, ഫ്രൂട്ടാണ്, ക്യാരറ്റ് ഫ്രൂട്ട്. ഇതിലേക്കൊക്കെ ബീൻസ് ഇടാം. ബീൻസും കുറച്ച് വേവുള്ളതാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്കാണ്ട് അടുക്കി പിടിക്കുകയില്ല, ഇതിരുന്നാലും ഇളക്കി കൊടുത്തോ. ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് ആഡ് ചെയ്യുക. ഇത് വളരെ കളർഫുൾ ആയതുകൊണ്ട് വെജിറ്റബിളിൻ്റെ കളേഴ്സാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. സാധാരണ പിള്ളേർക്കൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ നമ്മളുടെ ബീൻസും ക്യാരറ്റും ഏറെക്കുറെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത ക്യാപ്സിക്കവും വഴന്നു. ക്യാപ്സിക്കം പെട്ടെന്ന് വഴരും. ഇപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കുക. നമ്മൾ ഫ്ലവർ ക്യാബേജിന് 2 ഇതള അരിഞ്ഞും കൂടി അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം ബീൻസ് കൂടെ വന്നിട്ടുണ്ട്. അതാണ് ആ പച്ചനിറം കൂടി വന്നത്.
ഇതിലേക്ക് നമുക്ക് വീണ്ടും അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ചേർത്തോണം. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിലേക്ക് ചേർക്കാൻ പോകേണ്ട മറ്റ് സാധനങ്ങളാണ്. ഒർഗാനോ പൗഡർ, വിനീഗറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, 1 ടേബിൾ സ്പൂൺ വിനീഗർ വേണം. വിനീഗർ, സോയ് സോസ്, ടൊമാറ്റോ സോസ്. അത് നമുക്ക് അതിലേക്ക് ആദ്യം വഴന്നു വന്നിരിക്കുന്ന വെജിറ്റബിളിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ചേർക്കാം. 4 പാക്കറ്റ് നൂഡിൽസിനുള്ള അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം സോയ് സോസ് ചേർത്തിട്ടുണ്ട്, ടേബിൾ സ്പൂണ്. സോയ് സോസ് 2 ടേബിൾ സ്പൂൺ ചേർക്കാവുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ ഡാർക്കിഷ് കളർ കൂടുതലായിരിക്കും. ഇതിലേക്ക് നമുക്ക് 2.5 വരെട്ടാലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസ് ചേർക്കാം. ഇപ്പോൾ ചേർക്കുന്നത് വിനീഗറാണ്. അതും 2 ടേബിൾ സ്പൂൺ. നമ്മൾ ഓർഗാനോ പൗഡറാണ്. ഓർഗാനോ പൗഡർ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. എൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഇടാം, കുഴപ്പമില്ല. നമുക്കത് മൊത്തം മിക്സ് ചെയ്ത് ഈ സമയം തീയൊന്ന് കുറച്ച് കൊടുത്തോണം, അല്ലെങ്കിൽ അടിച്ചു പിടിക്കുകയല്ല, കരിയാൻ സാധ്യതയുള്ളതാണ്. ഫ്ലെയിം അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ കുട്ടിയും കുറച്ചും കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ തീർത്ത് ലോ ഫ്ലെയിമിലിട്ടിരിക്കുന്നു. മിക്സ് ചെയ്യുന്നത് വളരെ കലാപരമായിട്ട് മിക്സ് ചെയ്യണം. എന്നാലും സോസുകളും വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും എത്തിപ്പെടുകയുള്ളൂ. ഏറ്റവും അവസാനമാണ് നമ്മളിതിലേക്ക് നമ്മളിപ്പോൾ ഇത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ 2 വേണമെങ്കിലും അതും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ 2-3 സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞിട്ട് കൊടുക്കാം ചെറുതായിട്ട്. സ്പ്രിംഗ് ഓനിയൻ നമ്മുടെ സ്വന്തം കൃഷിയാണ്. നമ്മുടെ ബാക്ക് യാർഡിൽ കിളിപ്പിച്ച് വളർത്തിയെടുത്തതാണത്. ഇടയ്ക്കൂടെ നമ്മുടെ കുക്കിങ് പൂർണ്ണമായി. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് വിത്ത് കളർഫുൾ വെജിറ്റബിൾസ് പൂർത്തിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. വളരെ ഈസിയായിട്ട് വീട്ടിൽ
കുക്ക് ചെയ്യാവുന്നൊരു പാചകമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾ സ്വന്തം ബോബൻ ജേക്കബ്സ്. താങ്ക് യു.